പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നും നയിക്കുന്ന ആമേൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ആലുക്കൽ കോർ എപ്പിസ്കോപ്പ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താം, അതിന് കുഴപ്പമൊന്നുമില്ല. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ബഹുമാനപ്പെട്ട എം.ഒ. ജോണച്ചൻ വീണ്ടും അർത്ഥസത്യങ്ങളുമായി എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹം കോന ഞായറാഴ്ച ഒരു പള്ളിയിൽ നടത്തിയ പ്രസംഗത്തെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വളരെ ഭംഗിയായിട്ടാണ് അദ്ദേഹം ആ പ്രസംഗം തുടങ്ങുന്നത്. പരിശുദ്ധ സഭയിലെ പരിശുദ്ധ പിതാക്കന്മാരെയും രക്തസാക്ഷികളൊക്കെയും സഹോദരന്മാരെയും ഒക്കെ ഓർക്കുന്ന സന്ദർഭം ആണ്. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ 5-ാം തുപ്തേനിൽ അന്ത്യോക്യയിലെ മോർ സേവേറിയസിനെയും അലക്സാന്ദ്രിയയിലെ മോർ കൂറിലോസിനെയും മറ്റു പിതാക്കന്മാരെയൊക്കെ ഓർക്കുന്ന ഭാഗങ്ങളൊക്കെ വളരെ വിശദമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. റോമിലെ ക്ലീവിയസിനെ പറ്റിയും എൻ്റെ കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ചില പിതാക്കന്മാരെ നമ്മൾ 5-ാം തുപ്തേനിൽ ഓർക്കുന്നുണ്ടെന്നൊക്കെ അദ്ദേഹം പറയും. 1-ാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന മോർ ഇഗ്നാത്തിയോസ് സൂറോനെ പറ്റി വളരെ വിശദമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. പരിശുദ്ധ പിതാവ് 7 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ സഭയുടെ നിധികളാണ് എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിക്കും. നിഖ്യായിലും കുസ്തോന്തിനോപ്പോലിസിലെ എഫേസസിലും വെച്ചുണ്ടായ ആ 3 പൊതു സിനോസുകളിലാണ് ഇവിടെ വിശ്വാസങ്ങളൊക്കെ വളരെ ഉറപ്പിക്കപ്പെട്ടതും 312 പിതാക്കന്മാർ അതിൽ സംബന്ധിച്ച് അതൊക്കെ ക്രോഡീകരിച്ചതും. അലക്സാന്ദ്രിയയിലെ താരാസ്യൂസ് ബൈബിൾ ക്രോഡീകരിച്ചതൊക്കെ വളരെ വിശദമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ തുടങ്ങി അദ്ദേഹം പകുതി ആകുമ്പോഴേക്കും ട്വിസ്റ്റ് ചെയ്തു പോവുകയാണ്. മോർ സേവേറിയസും മാരിയസും ഒക്കെ എത്ര വിശുദ്ധമാണ്. അത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിൻ്റെ നല്ല ഭാഷയിലൊക്കെ ഇത് അവതരിപ്പിക്കുകയാണ്. മുളന്തുരുത്തിയ സുന്നോദോസും ഭദ്രാസന വിഭജനവും എന്ന വിഷയത്തെ ആസ്പദമായി സംസാരിച്ചപ്പോഴും അദ്ദേഹം വളരെ വിശദമായിട്ട് പഴയ കാര്യങ്ങളൊക്കെ പറയും. അവസാനം വരുമ്പോൾ പുരമാത്രർഗീസ് 6 മെത്രാന്മാരെ വായിച്ച് അദ്ദേഹത്തിന് അതിന് വിനയായി. മാത്രർഗീസ് സ്വഭാവം അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ പറഞ്ഞു 1912 അബ്ദുൽ ബിഷിയ വന്ന് ഇവിടെ കാതോലിക്കേറ്റ് സ്ഥാപിച്ചു. വളരെ 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 കൂളായിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞു വന്നു. അങ്ങനെ തെറ്റില്ലാത്ത രീതിയിൽ അവസാനം വരെ വന്ന് ട്വിസ്റ്റ് ചെയ്യും. സ്വന്തം സഭയെ സംരക്ഷിക്കണമല്ലോ. സത്യകേസുകളാണ് ഇവിടെ അർത്ഥസത്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു പിടിപ്പിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെയാണ്. AD 52 തോമാസ് ലീ ഇന്ത്യയിൽ വന്ന് നമ്മെ വിശ്വാസത്തിൽ ജനിപ്പിച്ചു. യെരുശലേമിലെ സുന്നോദോസിന് ശേഷമാണല്ലോ ഈ സ്ലീഹന്മാർ ലോകത്തിൻ്റെ നാനാ ദിക്കുകളിലേക്ക് പോയത്. യെരുശലേമിലെ സുന്നോദോസിലെ അധ്യക്ഷപദം അലങ്കരിച്ചത് പത്രോസ് ലീഹ തന്നെയാണെന്നാണ് വേദപണ്ഡിതനായ മാർ ആത്തുങ്കൽ ഗീവറീസത്തിൻ്റെ അച്ഛൻ്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചത്. അപ്പം എങ്ങനെയെങ്കിലും ആവട്ടെ അത്. പക്ഷേ യാക്കോബിൻ്റെ സഹോദരനായ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബ് സ്ലീഹ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ പത്രോസ് സ്ലീഹ പറയുന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം അത് പറഞ്ഞത്. എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യും. പക്ഷെ അധ്യക്ഷൻ പരിശുദ്ധ പത്രോസ് സ്ലീഹ തന്നെ ആയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. എങ്കിലും അവിടെ ഞാൻ പറഞ്ഞു മാത്രമേ. 52 തോമാസ് ലീഹ കേരളത്തിൽ വന്നു, മിശിഹായെ നമ്മെ ജനിപ്പിച്ചു. ആരാധനാലയങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് ചില രേഖകളിൽ കാണുന്നത്. ഇപ്പോൾ അപ്പോസ്തല പ്രവർത്തികൾ 2:42 പറയുന്ന പോലെ അവർ കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും പോന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ അപ്പോസ്തലൻ അവരെ വിശ്വാസത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പോയപ്പോഴത് പഠിപ്പിക്കാനായിട്ട് കഴിവുള്ള ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കൂട്ടായ്മ ആചരിച്ചിട്ടുണ്ട്, പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്.
പ്രാർത്ഥന അന്ന് നടത്തിയ പ്രാർത്ഥനയൊക്കെ തോമസിലേക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളിൽ പറയുന്ന പ്രാർത്ഥന, പ്രത്യേകിച്ച് സ്വർഗസ്ഥനായ പിതാവേ, അതില്ലാതിരിക്കില്ല. മറ്റു പ്രാർത്ഥനകൾ എന്തെങ്കിലും ശ്ലീഹന്മാർ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തോമസിലേക്ക് ഇവരെ പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പം നുറുക്കൽ ശുശ്രൂഷ നടത്തിയിട്ടുണ്ടോന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. അതാണ് വിശുദ്ധ കുർബാന. അങ്ങനെ അദ്ദേഹം അവരെ പഠിപ്പിച്ച് ചൈനയിലേക്ക് മറ്റും പോയി. പക്ഷെ ഒരു മെത്രാനെ അവിടെ അദ്ദേഹം വായിച്ചിട്ടില്ല. അതാണ് ഒരു പ്രധാന സംഗതി. ഒരു മെത്രാനില്ലാതെ സഭയ്ക്ക് നിലനിൽപ്പില്ലല്ലോ. എങ്കിലും അന്ത്യോക്യ വിശ്വാസത്തിൽ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് മെത്രാൻ വരും എന്ന ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടാവും. ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ സഭ അന്ത്യോക്യ സിംഹാസനത്തിന് കീഴിൽ തന്നെയാണ് അദ്ദേഹം സ്ഥാപിച്ച ചെറിയ സഭകൾ വളർന്നു വന്നത്. ഒരു സംശയമില്ല. പിന്നെ AD 345 ക്നായിത്തമ്മൻ വന്ന കാര്യമൊക്കെ അദ്ദേഹം വളരെ വിശദമായിട്ട് പറയുന്നത്. മറ്റേ കാര്യങ്ങൾ വിശദമായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് തോമസ് ലീഹ പേർഷ്യയിൽ സഭ സ്ഥാപിച്ചിട്ടുണ്ട്. എഡൈസായാലും പറ്റും. ഞാൻ പറഞ്ഞ എഡൈസായാലെ ആളുകൾ വളരെ സന്തോഷവാന്മാരായിരുന്നു. തോമസ് ലീഹയോട് വളരെ ബഹുമാനവും ആദരവും കൊടുത്ത സഭയാണ്. പക്ഷെ അവിടെ പോലും ഒരു മെത്രാനെ വഹിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നു പേർഷ്യ സഭയിൽ നിന്ന് പിതാക്കന്മാരോട് വന്നിട്ടുണ്ട്. ഏത് പിതാക്കന്മാരെ വന്നിരിക്കുന്നു? തോമാസിലെ പട്ടം കൊടുത്തവർ അവിടെ ആരുമില്ല. പിന്നെ ഈ ഏഷ്യൻ സഭ എന്ന് പറയുമ്പോൾ ബാബിലോണിയൻ സഭ, കൽദായ സഭ, നെസ്തോറിയൻ സഭ, പൗരസ്ത്യ സുറിയാനി സഭ, ഇവയെല്ലാം പേർഷ്യൻ സഭകൾക്ക് പറയുന്ന പേരുകളാണ്. ബാബിലോണിയൻ സഭ എന്നാണോ ഒന്ന്, കൽദായ സഭ, നെസ്തോറിയൻ സഭ. നെസ്തോറിയുടെ ആരാധന പിന്നീട് പറയാതെ നിങ്ങൾക്കറിയാതെ. പൗരസ്ത്യ സുറിയാനി സഭ, ഇവയെല്ലാം പേർഷ്യൻ സഭകളാണ്. ഞാൻ അതിനെപ്പറ്റി ചെറിയൊരു വിശദീകരണം പറയും. പണ്ട് റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു അന്ത്യോക്യ. ആ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ, പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു സെലൂക്യ അന്ത്യോക്യ പാത്രിയർക്കീസിൻ്റെ കീഴിലായിരുന്നു. റോമൻ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും ശത്രുതയിലായിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രാ സൗകര്യം ബുദ്ധിമുട്ടായിരുന്നു. തന്മൂലം അന്ത്യോക്യയിലേക്കുള്ള യാത്ര ബുദ്ധിമുട്ടായതിനാൽ മെത്രാന്മാരെ വാഴിക്കുവാൻ പരിശുദ്ധ അന്ത്യോക്യ പാത്രിയർക്കീസ് പേർഷ്യക്കാർ അനുവദിച്ച് കാതോലിക്ക സ്ഥാനം കൊടുത്തു. അതാണ് സെലൂക്യയിലെ കാതോലിക്ക എന്ന് പറയുന്നത്. അവരിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് കുഴപ്പമില്ല. ഇതിടയ്ക്ക് വെച്ചൊന്നും ഇല്ലാതായി. പിന്നെ പുനരാരംഭിച്ചു. അത് തിഗ്രീസിലാണ്. പേർഷ്യൻ സഭയിൽ നിന്നാണ് അർമീനിയൻ സഭ ഉണ്ടായത്. പേർഷ്യൻ സഭയിൽ നിന്ന് ചിലർ റോമ പോപ്പിൻ്റെ അധീശത്വം സ്വീകരിച്ചതോടെ അവരെ കൽദായക്കാർ എന്ന് പറഞ്ഞു. അപ്പോൾ റോമ പോപ്പിൻ്റെ കീഴിലേക്ക് പേർഷ്യൻ സഭയിൽ നിന്ന്, മിക്കവാറും നെസ്തോറിയയിൽ നിന്നാണ്, റോമ പോപ്പിൻ്റെ അധീശത്വം അവർ സ്വീകരിച്ചു. അവരാണ് കൽദായക്കാർ, കൽദായ സുറിയാനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേർഷ്യയിൽ നിന്ന് വന്ന ആളുകൾ കൽദായക്കാരാണോ, നെസ്തോറിയക്കാരാണോ, ബാബിലോണിയൻകാരാണോ, ഏത് മെത്രാന്മാരെ വന്നേക്കണം അതൊന്നും വ്യക്തതയില്ല. സെലൂക്യയിൽ നിന്ന് ആ കാതോലിക്കേറ്റ് സിംഹാസനം, പാത്രിയർക്കീസിന്റെ കീഴിലുള്ള കാതോലിക്കേറ്റ് സിംഹാസനം നിലവിലുള്ളപ്പോൾ ഇവിടെ കാതോലിക്ക സിംഹാസനം എന്ന് പറയണ്ട, കാതോലിക്കേറ്റ് നിലവിലുള്ളപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഓക്കെയാണ്, അച്ഛൻ പറഞ്ഞ ശരിയാണ്. പക്ഷെ പേർഷ്യൻ സഭ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്കാണ് പോയി കഴിഞ്ഞാൽ ഏത് സഭയാണ്? ഞാൻ അവരിവിടെ വന്നിട്ടുണ്ടെങ്കിൽ, മറ്റ് വേദവിരീതികളുടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറെ ഉറയ്ക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. ഇവിടെയുള്ള ആളുകളെ അതിന് സമ്മതിച്ചിട്ടില്ല. തിരിച്ചു പോയിട്ടുണ്ട്. 1599 ഉദയംപേരൂർ സുന്നഹദോസ് വരെ ഇവിടെ സഭ വ്യക്തമായിട്ടും അന്ത്യോക്യ വിശ്വാസത്തിൽ ഉറച്ചു നിന്നിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. AD 345 ക്നായിത്തമ്മാന്റെ നേതൃത്വത്തിൽ വന്ന ആ സംഘം, ക്നായിത്തമ്മ ഒരു കച്ചവട പ്രമുഖനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ യൂസേപ്പ് മെത്രാനും ഏതാനും പട്ടക്കാരും 400-ൽ പരം
ആളുകൾ, 72 കുടുംബങ്ങളിൽ നിന്നായി 400-ൽ പരം സിറിയൻ കുടുംബങ്ങളും അന്ത്യോക്യ പാത്രീസായിരുന്ന പരിശുദ്ധ ഒസ്താത്യോസ് ബാവായുടെ അനുമതിയോടും കൽപ്പനയോടും കൂടിയാണ് മലങ്കരയിലേക്ക് വന്നത്. ആ 345-ൽ ക്നായത്തന്മാരുടെ നേതൃത്വത്തിൽ സിറിയൻ കുടുംബങ്ങൾ വന്നപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾക്ക് അത് വലിയൊരു പ്രചോദനമായി. ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോഴേ യഹൂദന്മാർ അന്ന് ഇവിടെ ഉണ്ടല്ലോ, യഹൂദന്മാരുടെ ഇടയിലേക്കാണല്ലോ തോമാശ്ലീഹ വന്ന സുവിശേഷം അറിയിച്ചത്. അവരെ സ്ഥാനപ്പെടുത്തി സഭയിലേക്ക് ചേർത്തത്. അവർക്ക് അരാമായ സുറിയാനി ഭാഷയ്ക്ക് അറിയാം, തോമാശ്ലീഹയ്ക്കും അറിയാം. അപ്പോൾ വളരെ എളുപ്പമാണ് അവിടെ സുവിശേഷം പ്രസംഗിക്കാൻ. ആ അരാമായ ഭാഷയിൽ സംസാരിച്ച് അവരെ സ്ഥാനപ്പെടുത്തി അവരോട് പറഞ്ഞ് നിങ്ങൾ പ്രബോധനം നടത്തിക്കൊള്ളും, അന്ത്യോക്യയിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്കൊരു വെത്രാന് കിട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നു. അന്ത്യോക്യ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് ക്നായിത്തൊമ്മൻ്റെ വരവ്. അപ്പോൾ അതിനകത്ത് വെത്രാനുണ്ട്, പുരോഹിതന്മാരുണ്ട്. അപ്പോൾ അവിടെ പൗരോഹിത്യ പാരമ്പര്യം, അന്ത്യോക്യയിൽ നിന്നുള്ള പാരമ്പര്യം നിലനിർത്തവർ സാധിച്ചു. പിന്നെ AD 822 സാപ്പറീഷോ എന്ന സിറിയൻ കച്ചവടക്കാരനും ഷാബോർ ബോർ അഫ്രോത്ത് മെത്രാപ്പൊലീത്തമാരും ഒരു കപ്പൽ നിറയെ ജനങ്ങളുമായി പേർഷ്യയിൽ നിന്ന്, പേർഷ്യ എന്ന് പറയുമ്പോൾ ഇറാൻ പ്രദേശങ്ങളിൽ നിന്ന്, അന്ത്യോക്യയിൽ നിന്ന് വന്നു. അവിടെ ഞാൻ അന്ത്യോക്യയിൽ നിന്ന് പറയാൻ കാരണം പരിശുദ്ധ യോസേഫ് ബാവയാണ് അവരെ അയച്ചത്. ആ പേർഷ്യയിൽ നിന്ന് അവർ അന്ത്യോക്യയിലേക്ക് ചെന്നു. നേരിട്ട് ചെന്നവർ. യാത്രാ സൗകര്യം ബുദ്ധിമുട്ടാണെങ്കിൽ എങ്ങനെയും അവരവിടെ എത്തിവിട്ടു. 2 അച്ഛന്മാരാണ് അവർ അന്ത്യോക്യ പത്രീസിനെ കണ്ടിട്ട് ഞങ്ങൾ ബാവയുടെ കൂടെ കഴിയാൻ ആഗ്രഹിക്കുന്ന എന്ന് പറഞ്ഞു. ബാവ അവരെ മെത്രാന്മാരാക്കി ഞങ്ങളിവിടെ തന്നെ നിന്നോളാന്ന് പറഞ്ഞപ്പോഴോ പരിശുദ്ധ ബാവ പറഞ്ഞു, അങ്ങനെ പോരാ, നിങ്ങൾ മലങ്കരയിലേക്ക് പോകണം. അവിടെ നമ്മുടെ വിശ്വാസികൾ ഓർമ്മയിലുണ്ട്, അവർ വേണ്ട നേതൃത്വം ഇല്ലാതെ വിഷമിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പരിശുദ്ധ ബാവയുടെ കൽപ്പന പ്രകാരം ഇവർ 822, 823 കാലഘട്ടത്തിലാണ് വന്നത്. കൊല്ലത്ത് വന്നിറങ്ങി. കൊല്ലം പട്ടണം അതിനു മുമ്പ് തീ വെച്ച് നശിപ്പിക്കപ്പെട്ടിരുന്നു. കൊല്ലം രാജാവിനെ കണ്ട് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ രാജാവ് അവരെ സ്വീകരിക്കുകയും ഒരു കപ്പൽ തന്നെ ആളുകളുണ്ടല്ലോ അവർ പറയും നമുക്ക് ഒരുമിച്ച് കൊല്ലം പട്ടണം പണി തീർക്കാം, അങ്ങ് അതിന് അനുവാദം തരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ അങ്ങനെ ഒരുമിച്ച് ഒരു കൊല്ലം പട്ടണം പണി തീർത്തു. 2-3 കൊല്ലം കൊണ്ട്. ആ കൊല്ലത്തിൽ ഉണ്ടായ വർഷമാണ് കൊല്ലവർഷം ആ സമയത്താണ് 825 കൊല്ലവർഷം തുടങ്ങുന്നത്. ഇപ്പോൾ 1200 കൊല്ലം കഴിഞ്ഞു. 825 1200 കൂട്ടിക്കഴിഞ്ഞാൽ 2025. ഇപ്പോൾ 1200 കൊല്ലമാണ്. വേറെ ജോൺസൺ പറയുന്നത് ഷാബോറിൻ്റെ അവിടെ തന്നെ ആണ് വ്യക്തമായിട്ടൊന്നും പറയുന്നില്ലെങ്കിലും അവരുടെ കൂടെ ആവോ പിതാവ് വന്നിരുന്ന ആവോ പിതാവിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെയാണ് അവരുടെ കൂടെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു. ചെപ്പേടുകളൊക്കെ കിട്ടിയത് രവിവർമ്മ രാജാവിന് ചെപ്പേടുകളൊക്കെ കിട്ടിയെന്നുണ്ടായി പറയുന്നു. അതെങ്ങനെ ശരിയാവുന്നത്? ആവോ പിതാവ് വന്നത് 10-ാം നൂറ്റാണ്ടിലാണ്. അദ്ദേഹത്തെ ആരാഴ്ച എവിടെ നിന്ന് വന്നൊന്നും വ്യക്തമല്ല. വിദേശത്ത് നിന്നും അദ്ദേഹം കടമറ്റത്ത് വന്നൊരു പള്ളി വിടുന്നു. പരിശുദ്ധനായ ഗീവരീസായുടെ നാമത്തിൽ ആ പള്ളി ആയതുകൊണ്ട് ആളുകൾ അതിനോട് യോജിച്ചു പോയി. അദ്ദേഹം പരിശുദ്ധനായിരുന്നുവെന്നോ ഒന്നും സഭ അംഗീകരിച്ചതായിട്ട് രേഖകളുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മൾ അദ്ദേഹത്തെ തുപ്തേനിലൊന്നും ഓർക്കുന്നുമില്ല. അദ്ദേഹം പറയുന്ന ആവോ പിതാവ് ആണ് അവിടുത്തെ കൊല്ലം പട്ടണം മണിയഴിപ്പിക്ക് നേതൃത്വം കൊടുത്തത്. കൊല്ലവർഷം ഉണ്ടായത്. കൊല്ലവർഷം അദ്ദേഹം ഒന്ന് 10-ാം ശതകത്തിലാണെങ്കിൽ ഇപ്പോൾ 1200
ഇപ്പോൾ 2025 1200 കൊല്ലവർഷം എഴുതാൻ പറ്റില്ല. പിന്നെ 100-150 കൊല്ലം പിന്നെ കഴിയണം. അപ്പോൾ അത് അപ്പാട് തെറ്റാണെന്നുള്ളതിന് ഒരു സംശയമില്ല. അവിടെ ഓർത്തഡോക്സ് സത്യവിശ്വാസം, നേരെ ജീവനുള്ള വിശ്വാസം, ത്രിസായിസഭ ആരാ? ഓർത്തഡോക്സ് ആരാ ഈ ഓർത്തഡോക്സ്? അച്ഛൻ തന്നെ പറഞ്ഞു, നിൽക്കുക പുസ്തകത്തിലെ സഫിയസും പദ്ധതിയിലെ തീരുമാനമനുസരിച്ചാണല്ലോ നമ്മുടെ സത്യവിശ്വാസം ക്രമീകരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം. ആ വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ വെച്ചാൽ, അന്ത്യോക്യയിലെ പരിശുദ്ധ പത്രോസിന്റെ സിംഹാസനമാണ് 4 ഭാഗിച്ചത്. അല്ല, അന്ത്യോക്യയുടെയും കിഴക്കൊക്കെയുടെയും പരമാധികാരം അന്ത്യോക്യ പത്രീസിനാണ് എഴുതിയേക്ക്. ഇന്ത്യ അതിൽപ്പെട്ടതല്ലേ? എന്നിട്ട് നിങ്ങൾ വേറെ സഭയുണ്ടാക്കി. എന്നിട്ട് പിന്നെ ഈ വലിയ തത്വജ്ഞാനമൊക്കെ പറഞ്ഞ എന്തിനാ വെച്ചു? പാവങ്ങളെ പറ്റിയല്ലേ അത്? അതുകൊണ്ട് ആബോപിതാവ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് വിദേശത്തു നിന്നാണ്, ആരയച്ചാണ് എന്ന് യാതൊരു വിവരമില്ല. നിങ്ങളുടെ രേഖകളിൽ തന്നെ 10-ാം ശതകത്തിലാണ് ആബോപിതാവ് വന്നതെന്നുണ്ട്. ആകെ മറച്ചു വെച്ചിട്ടുണ്ട് അദ്ദേഹം. അച്ഛനെന്തിനാ ഈ ഷാബോർ ഓഹ്റോബി പിതാക്കന്മാരെ താത്തിക്കെട്ടാനാണ്. അവര് ഉദയംപേരൂർ, കായംകുളം, കൊല്ലം, അകപ്പറമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പള്ളി സ്ഥാപിച്ചിട്ടുണ്ട്. പരിശുദ്ധ സഹോദരന്മാരായ മോർ ഷാബോറിൻ്റെയും മോർ അഫ്രോത്തിൻ്റെയും നാമത്തിലാണ് പള്ളിയോട് കഴിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മെത്രാന്മാരുടെ നാമത്തിൽ പള്ളിയോട് പണി കഴിപ്പിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ 1698 പോർട്ടുഗീസുകാർ വന്ന് അവരുടെ അതൊക്കെ കാതീശ്വരയുടെ നാമാക്കി മാറ്റി. ഷാബോർ അഫ്രോത്തൊക്കെ അവർ മാറ്റി. പക്ഷേ നമ്മുടെ ആളുകൾ സിനോദോസ് സംബന്ധിച്ചെങ്കിലും അതിനൊക്കെതിരായിട്ട് നിന്നു. പിന്നെ പലരും പേടിപ്പിച്ചും തല്ലിയും മർദ്ദിച്ചും ഒക്കെ ഒപ്പിടിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒപ്പിട്ട് കൊടുത്താലും അവരെ സത്യവിശ്വാസത്തിൽ മാറിയിട്ടില്ല. പലരും ഒപ്പിടാതെ പോകുന്നുണ്ട്. എങ്ങനെയാ സൂത്രത്തിൽ രക്ഷപ്പെട്ടു? അപ്പോൾ ഞാൻ പറഞ്ഞ AD 52 മുതൽ അന്ത്യോക്യ വിശ്വാസത്തിലെ സത്യവിശ്വാസത്തിലാണ് സഭ ഇന്നും അന്നും നിലനിൽക്കുന്നത്. ഇടയ്ക്ക് ചില അവ്യക്തതകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ സമയത്തും പാത്രരേഖിസിന് പത്രന്മാരും കിട്ടിയെന്നില്ല. ഒരു 54 കൊല്ലം റോമാപോപ്പിൻ്റെ കീഴിലായിരുന്നു നമ്മൾ. പക്ഷെ എന്തായാലും നമ്മൾ അവരുടെ വിശ്വാസം കരിച്ചിട്ടില്ല. നമ്മുടെ സഭ അന്ത്യോക്യ വിശ്വാസത്തിന് നിലനിൽക്കുന്നത്. ഇവിടുത്തെ ആളുകൾ ഒരു നെസോറിയനെയോ ഒരു കൽദായനെയോ ഒരു ബാബിലോണിയനൊന്നും നമ്മുടെ ആളുകൾ സ്വീകരിച്ചിട്ടില്ല. അവർ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ അച്ഛൻ മറച്ചു വെച്ചാണ് സംസാരിക്കുന്നത്. പിന്നെ അകത്തുള്ള പോർട്ടുഗീസുകാരുടെ ശല്യം കൂടുതലായപ്പോൾ അകത്തുള്ള ഒരു ബാവ അയച്ചതെന്നും പറഞ്ഞ് നമ്മുടെ ആളുകൾ പാത്രേകീസിൽ എഴുതി അകത്തുള്ള ബാവ അയച്ചു. അവർ അദ്ദേഹത്തെ കടലിൽ കെട്ടിത്താഴ്ത്തി കൊന്നു. അതിന് പ്രകാരമാണ് കുരിശാറ്റി ഉണ്ടായത്. അതിനാൽ വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല. അതിനുശേഷം ആലങ്ങാട് പള്ളിയിൽ കൂടിയ സുറിയാനിക്കാർ തോമ അർക്കദിയാക്കോനെ 1-ാം മാർത്തോമ എന്ന പേരിൽ പ്രാദേശിക തലവനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അകത്തുള്ള ബാവ കാലം ചെയ്തതിനു ശേഷം അദ്ദേഹം അന്ത്യോക്യ പത്രീസിന് കീഴിൽ നിന്നാണ് ഭരണം നടത്തിയത്. മെനസീസും അല്ലെങ്കിൽ പോർട്ടുഗീസുകാരൊക്കെ ഒത്തിരി ഉപദ്രവങ്ങൾ ചെയ്തിട്ടും അദ്ദേഹം അതിൽ നിന്ന് മാറിവിടുന്നില്ല. പിന്നെ 1665 പറവൂർ ബാവ വന്നു. 1685 കോതമംഗലം ബാവ വന്നു. 1751 ശക്രള ബാവ വന്നു. പിന്നെ അങ്ങനെ പയ്യെ 1876 പത്രോസ് പത്രീസ് ബാവ വന്നു. ഇങ്ങനെ സഭയുടെ നിലനിന്ന് വരുന്നു. ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ സ്തുതിയുവാക്കപ്പെട്ട സഭ. അത് നിക്യാ സിനോദോസ് തീരുമാനത്തിലാണ് അത് ഉറപ്പിക്കപ്പെട്ടത്. അതിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു പോയിട്ട് ഈ ഓർത്തഡോക്സ് എന്ന പേര്, ഇന്ത്യൻ ഓർത്തഡോക്സ് എന്ന പേര് സ്വീകരിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. നസ്രിയൻ ഓർത്തഡോക്സ്, ഗ്രീക്ക് ഓർത്തഡോക്സ് എന്നൊക്കെ, റഷ്യൻ ഓർത്തഡോക്സ് എന്ന് പറയുന്ന പോലെ നിങ്ങളാ ഏത് ഭാഷയിലാണ് ആരാധന നടത്തുന്നത് ആ ഭാഷയുടെ പേര് കൊടുക്കും. അതെന്താ ചെയ്ത് മലയാളി ഓർത്തഡോക്സ് സ്വഭാവം എന്ന് പേര് കൊടുക്കാനോ? സിറിയക്ക് ഓർത്തഡോക്സ് സ്വഭാവം, റഷ്യൻ ഓർത്തഡോക്സ്, മലങ്കർ ഓർത്തഡോക്സ്, കോപ്റ്റിക് ഓർത്തഡോക്സ്, അല്ലെങ്കിൽ ഈജിപ്തായ സ്വഭാവം.
അങ്ങനെയുള്ള പേരുകൾ കൊടുക്കുകയാണെങ്കിൽ പിന്നെ അതിന് അർത്ഥമുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ കേസിൽ ദോഷം ചെയ്യും. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അത് പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് സത്യവിശ്വാസം പറയും, പിന്നെ മെത്രാനോഷിയിലേക്കാണ്ട് ട്വിസ്റ്റ് ചെയ്ത് പോകും. അതാണ് അച്ഛൻ്റെ സ്വഭാവം. അപ്പോൾ അച്ഛൻ ആദ്യം സത്യങ്ങളൊക്കെ പറയും, പിന്നെ അർത്ഥസത്യങ്ങൾ പറയും, പിന്നെ ഒരു സത്യവും പറയാതെ ആവും. ആളുകൾ തെറ്റിദ്ധാരണ ഉണ്ടാവരുതെന്ന് വിചാരിച്ചാൽ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അച്ഛൻ്റെ ഏതെങ്കിലും ഒന്നിലും ഉറച്ചു കിട്ടും. പകുതി അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അവരെ ഞായറാഴ്ചയും പിതാക്കന്മാരൊക്കെ ഓർക്കുന്നുണ്ട്. പക്ഷെ ആ പിതാക്കന്മാരെ ഓർക്കുന്നത് ശരിയായ വിധത്തിലല്ല. സേവ്യറിയസിൻ്റെ മാനീസമൊക്കെ അത് ചൊല്ലുന്നുണ്ട്. ആ സേവ്യറിയസിനെ നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? കൽക്കിദോസിൻ്റെ എതിരാളിയായിട്ട് സേവ്യറിയസ് എന്തൊക്കെ പ്രവർത്തിച്ചേക്കടെ, അലക്സാണ്ടറിലെ കൂർലോസും അവരുടെ കൂടെ നിൽക്കുന്ന കൽദായ സഭയെയും നെസോറിയൻ സഭയെയും ഒക്കെ. നെസോറിയൻ സഭ എന്ന് പറയുന്നത് കർത്താവിൽ രണ്ടാളും രണ്ട് സ്വഭാവം. റോമാ സഭ എന്ന് പറയുന്നത് കർത്താവിൽ ഒരാളും രണ്ട് സ്വഭാവവും. ഇങ്ങനെയുള്ള വേദവിരീതങ്ങളൊക്കെയാണ്. അപ്പം അവരുടെ പിന്തുടർച്ചക്കാരാണോ ഇന്ത്യൻ ഓർത്തഡോക്സുകാരെന്നാണോ അച്ഛൻ പറഞ്ഞു വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അടുത്ത കാര്യങ്ങൾ പറഞ്ഞു മാത്രം ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ.